ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോറി, ഞാൻ തന്നെ ഹോൺ അടിച്ച്. ഓക്കെ, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ട് കാണും. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഒന്ന് അപ്സര, ഒന്ന് അഭിഷേക്, മറ്റൊന്ന് നിഷാനത്തെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ എന്നൊരു ട്രിപ്പ് ഒന്ന് പട്ടാമ്പി വരെ പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. പിന്നെ കൂടെ ഉള്ളത് രണ്ടും വ്ളോഗേഴ്സ് ആയതുകൊണ്ട് അവരുടെ വ്ളോഗും കാണുമായിരിക്കാം. അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കണ്ട് പോവാം. ഓക്കെ, നിങ്ങളെല്ലാവരും ഓക്കെയാണ്, ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോവാം ഗൈസ്. കമാൻ ഗൈസ്. അപ്പോൾ നോക്കൂ, ആരായി വരുന്നേന്ന് നോക്കൂ. ഇതാരാ ഇത്? ചിരിക്കുടുക്ക അപ്സര. അപ്സരയുടെ പേര് ഞാൻ മാറ്റിയിരിക്കുകയാണ്. ദിസ് ഈസ് ചിരിക്കുടുക്ക അപ്സര. കയറും പെണ്ണെ. യെസ്, അപ്പോൾ നമ്മുടെ അഭിഷേകും നിശാനത്തെയും. ഇത് അബിയുടെ വീടല്ലേ? ആരും ഇല്ല ഇപ്പൊ ഇവിടെ? ആരുമില്ല, അവൻ മാത്രമല്ല. അവൻ ഞാൻ ഇറങ്ങിയപ്പോ അവന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ അവന്റെ പേരും അവന്റെ 2 മൊബൈൽ നമ്പർ എഴുതി ഒട്ടിച്ചേക്കുവാ. എന്തിനാന്ന് അവൻ മിക്കപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ആരും വിളിക്കാൻ. അത്ര അത് കൊള്ളാലോ. ഇത് ശരി അഭിഷേക്. അപ്പൊ അതാണ്. അപ്പൊ അവരൊന്ന് വന്നോട്ടെ. നോക്കൂ ഗൈസ്, അടുത്തത് ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ഞാനല്ല, ഇത് തുറക്ക് കയറ്. ആൻഡ് ഹിയർ കംസ് നിഷാന. നിഷാനത്താ കറങ്ങാൻ പോവാണോ? ഇപ്പൊ നമ്മള് കറങ്ങാൻ പോവാണ്. എവിടെ അബി? എവിടെ? എങ്ങോട്ടാണ് പോണെന്ന് പറയണ്ട. സർപ്രൈസ്. ചിരി നോക്കിയേ. ചിരി കൊടുക്കുകയാണ്. ഇന്നലെ തൊട്ട് ചിരിച്ചോണ്ടിരിക്കുക. ചിരി കൊടുക്ക. അതെന്റെ ക്യാപ്പാണ്. അങ്ങനെ ഒന്നും ക്യാപ്പ് ഒന്നും എടുത്ത് വെക്കാൻ പറ്റൂല. ദാറ്റ്സ് മൈ ക്യാപ്പ്. ലുക്കിംഗ് ഗുഡ്, ഗ്രേറ്റ്. വേറെ സബി. ഇതാര വരുന്നേ? സുന്ദര എങ്ങോട്ടാ? ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോലും ഇവര് സമ്മതിച്ചില്ല ഗൈസ്. 2 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചത്. എടാ, നീ ഇപ്പോഴല്ലേ ഡ്രസ് മാറ്റിയിട്ട് ഇവരെ പിക്ക് ചെയ്യാൻ പോയത്? ഈ കൊച്ചിനെ പിക്ക് ചെയ്യാൻ വന്നതാ. ഈ കൊച്ചിനെ പിക്ക് ചെയ്യുമ്പോ ഒരു ഡ്രസ്, പുറത്തു പോകുമ്പോ വേറെ ഒരു ഡ്രസ്. ബിഗ് ബോസിൽ എന്നെ താമസിച്ചിട്ടില്ല, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അറിയാം, നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മള് പോവല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഞങ്ങളപ്പോ ഒന്ന് പോയിട്ട് വരാം. ഒരു ഓട്ടോ വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് തന്നെ അടിയിട്ടു. അപ്പൊ ഒന്ന് പോസ്റ്റ് ചെയ്ത് എല്ലാരും. ഓക്കെ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എങ്ങോട്ടാ സാർ? ഓക്കെ, എങ്ങോട്ടാ? ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ് നമ്മള്. ചോദിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കണ്ടേ? ചോദിക്കണ്ടേ? ഫിലിം സ്റ്റാർ അല്ലേ? നിങ്ങൾ കയറി ഇറക്ക്. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അപ്സര. സുന്ദര. ഓ, എന്നാ ജാടയാടാ നിനക്ക്. ഗൈസ്, ഇവൻ വണ്ടിയിൽ കേറിയപ്പോ മുതൽ ഇവരെല്ലാവരും വണ്ടിയിൽ കേറിയപ്പോ മുതൽ തുടങ്ങിയ ചിരിയാണ്. നിനക്ക് എന്താണ് എത്ര ചിരിക്കാനുള്ളത്? എന്താണ് എന്റെ പ്രശ്നാപിക്കപ്പോ എന്താ വേണ്ടേ? എനിക്ക് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ വേണം. തരാൻ പറ്റുമോ? അവന്റെ മെയിൻ പ്രശ്നം ഇപ്പൊ അവന് ഡ്രസ്സ് മാറണം. ഇപ്പൊ കാറിൽ ഇരുന്ന് ഒരു ഡ്രസ്സ് എടുത്തല്ലോ, അല്ല അവൻ ഡ്രസ്സ് ഇട്ടല്ലോ. ഇനി അവൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ അവനിക്ക് അത് വേറെ ഡ്രസ്സ് ആയിരിക്കണം. മാപ്പ് ഗൂഗിൾ വെച്ച് എന്തോ പറയണു. ഞങ്ങള് എന്താ പറയാ, അടുത്തൊരു ലക്ഷറി ഷോപ്പ് കാണുമ്പോ അബീനെ അവിടെ വേണ്ട അബി, നീ ഇത് ഭംഗിണ്ടാ സുന്ദരനാ നീ. എനിക്ക് ഈ ഡ്രസ് എന്റെ ഒപ്പം എടുക്കാനല്ലേ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ. ശരിക്കാണോ പറയുന്നത്? സത്യം ഇഷ്ടായി. നിങ്ങൾ പറയൂ, അബീനെ ഈ ഡ്രസ്സിൽ കാണാൻ ഭംഗിയുണ്ടോ? പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോ റിവീൽ ചെയ്യാണ്. എന്റെ അബീന്റെ ഒരു സൂപ്പർ റീല് വരാൻ പോവാണ്. അടിപൊളി. ആരാ ക്യാമറമാൻ? ക്യാമറമാൻ റസ്ബിൻ ബാ. അപ്പൊ നല്ലുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ നിഷാന. അപ്പൊ അടിപൊളിയായിരിക്കും. ഇറക്കി വിടട്ടെ. ശരി. പച്ചപ്പും ഹരിതാവും. മട്ടാഞ്ചേരിയിലുള്ള നമ്മുടെ റസ്മിൻ ഇപ്പോഴാണ് പച്ചപ്പും ഹരിതാവും ഒക്കെ കാണുന്നത്. അല്ല, അത് കാണുമ്പോ നമ്മുടെ കണ്ണിന് കിട്ടുന്ന ഒരു കുളിർമ.
നോക്കി ഓടിക്കോ. ഞാൻ നേരെ നോക്കി എല്ലായിടത്തും കിട്ടും. എന്നാലും ആ സൈഡ് നോക്കി എന്ത് ഭംഗിയാ. എനിക്കിഷ്ടമാണ് പച്ചപ്പും ഹരിതാവും. പിന്നെ എനിക്ക് മലയൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ബീച്ചിനേക്കാൾ ഇഷ്ടം മലയാണ് ഗൈസ്. മല ആരെങ്കിലും ചോദിച്ചോ നിങ്ങളോട്? അല്ല എടാ അഭിയോ നിനക്ക് ഏതാ ഇഷ്ടം ചോദിച്ചു പോരെ, നിന്നോട് ചോദിച്ചു. അവര് കപ്പയും മീൻകറി. ഞാൻ വളരെ മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഈ പാടങ്ങളും എല്ലാം വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ഇവന്റെ ജാടയാണ് സഹിക്കുന്നത്. എന്റെ പൊന്നെ എന്റെ ആറ്റിറ്റ്യൂഡ്. ചേട്ടാ പൊക്കോ, ഞാൻ നിന്നോളാം, പൊക്കോ. പക്ഷെ പൊതുവെ എന്നെ പ്യുവർ സോളബി എന്നാണ് അറിയപ്പെടുന്നത്. പ്യുവർ സോളബി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. നിശാനത്തൊക്കെ ഏതാ ഇഷ്ടം, ബീച്ചാണോ മൗണ്ടനാണോ? മൗണ്ടെയിൻ, ഹിമാലയാസ്. നമുക്ക് ഇവിടുത്തെ മൗണ്ടെയിൻ. ബീച്ച് പേഴ്സൺ, ഐ ആം എ മൗണ്ടൻ പേഴ്സൺ. അഭിയോ? എനിക്ക് എന്റെ വീടാണ് ഇഷ്ടം. ഇത് മാത്രം ഇടരുത് കേട്ടോ റസ്മിന്. കട്ടയിലൊക്കെ ഫാൻസ് കൂടും. അതെ, കള്ളം പറയുന്ന ആൾക്കാരെ ഇപ്പൊ ഇഷ്ടം. അവിടെ തക്കടിച്ച് ആണോ മൗണ്ടൻ പേഴ്സൺ? ഞാൻ മൗണ്ടൻ പേഴ്സൺ. അപ്പൊ നമ്മള് 3 പേര് അപ്സര ഒറ്റയ്ക്ക് പൊക്കോ. എനിക്ക് അത് ഇഷ്ടാണ്. ഏറ്റവും ഇഷ്ടം ഇതാണെന്നല്ലേ പറഞ്ഞോളൂ. അത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗൈസ് നോക്ക്, ഗൈസ് അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. നീ നേരെ നോക്കി മലയും പാടും ഒക്കെ ഇട്ട്. ഗൈസ് നമ്മള് ട്രിപ്പിനാണ് പോകുന്നത്, അല്ല നമുക്ക് ധൃതി പിടിച്ച ഒരു സ്ഥലത്ത് പോയി എത്തിച്ചേരണം. റസ്മിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ചമ്മന്തിയും ചോറും മീൻകറി. ഞാൻ പറയാനിരുന്നത് അങ്ങ് എടുത്തു. ഇനി അപ്സരക്ക് എന്താ? അപ്സരക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം? പറയൂ അപ്സര, പറയൂ അപ്സര. ബിരിയാണി. ബിരിയാണിയാണോ അഹങ്കാരി? ഇനി എന്നെ എടുക്കോ? എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന കഞ്ഞിയും പയറും. ഇനി അങ്ങോട്ട് പൊക്കോളൂ. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കാര്യം വേറെ. ആരാ ബിരിയാണി എന്ന് പറഞ്ഞേ? നിഷാന. അല്ല എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല ബിരിയാണി. എന്താ ഇഷ്ടം? അന്ന് മണമണന്ന് അടിക്കണ കണ്ടല്ലോ. ഇഷ്ടമല്ല പോലും. എനിക്ക് ബിരിയാണി അല്ല ഇഷ്ടം, ഇഷ്ടം അല്ലേ? എന്റെ പൊന്നിനറിയാം. കുഴിമന്തിയാണ് അപ്സര. നിശാനത്തേക്ക് എനിക്ക് സദ്യ ഇഷ്ടം. എനിക്ക് കഞ്ഞി പയറും. എനിക്ക് നല്ല സദ്യ, പായസം കൂട്ടി. അവിയല് സാമ്പാർ ഇഷ്ടം. എനിക്ക് സദ്യയില് നോൺ വെജ്. എനിക്ക് അവിയല് സാമ്പാർ ഇഷ്ടം. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് നോൺ വെജ് ഇല്ലാണ്ടൊന്നും ഇറങ്ങില്ല. എനിക്ക് പുളിശ്ശേരി ഇഷ്ടം. അതൊന്ന് ഫോക്കസ് ചെയ്തെടുത്തേ. നോൺ വെജ് ഇല്ലാതെ ഇറങ്ങൂല. നോൺ വെജ് ഇല്ലാണ്ട് എനിക്ക് ഇറങ്ങില്ല. എനിക്ക് നോൺ വെജ് അറ്റ്ലീസ്റ്റ് ഒരു മുട്ടയെങ്കിലും വേണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അതാണ് ടൈറ്റിൽ കേട്ടോ. മുട്ടയെങ്കിലും വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. വെജ് ഇല്ലാതെ ഇറങ്ങൂല. സോറി, വെള്ളി വീണതാ. നന്നായിട്ട് നമ്മള് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഇറങ്ങുമ്പോ അവരെല്ലാം കെട്ടിപ്പിടിച്ച് അതെന്താ? ചുമ്മാ അന്ധവിശ്വാസമാണ്. നീ വേണ്ട, ഇനി അഭിക്ക് അന്ധവിശ്വാസത്തോട് വിശ്വാസമില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ കേറി ഈ മാസം തന്നെ. ഒരെണ്ണം സ്വർണം മോഷണം, പിന്നെ ജാൻമോനിയുടെ ഒപ്പം ഇത്, പിന്നെ ഞാനൊരു സോഷ്യൽ മീഡിയ സംഗതി അത് കണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിട്ട് നെഗറ്റീവ് കമന്റ്സിനെതിരെ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. എന്താ മറ്റേ സ്വർണത്തിന് എന്താ കേസ്? എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഗോൾഡ് കോയിൻ കട്ടു. ലാലേട്ടൻ കൊടുത്ത ഗോൾഡ് കോയിൻ പോയി. ലാലേട്ട ഫാനല്ല, വീട്ടില് വരുന്ന മറ്റേ ഹെൽപ്പില്ലേ, ഹൗസ് മെയ്ഡ്, അവർക്ക് ലാലേട്ടനും ബിഗ് ബോസ് ഒന്നും അറിയില്ല. നീ അപ്പൊ അത് എവിടെ വെച്ചു? ഞാൻ എന്റെ അലമാരിക്കകത്ത്. അലമാരിക്കകത്ത് അലമാരി പൂട്ടി ഉണ്ടായിരുന്നില്ല. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുറ്റിയും പെറുക്കിക്കൊണ്ട് വന്നത്. ഹലോ വാടാ, ഞങ്ങൾ വന്നത് എവിടെയാണ്? ഞങ്ങളുടെ സ്വന്തം ബിഗ് ബോസിന്റെ വീട്ടിലാണ്. ഇതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബിഗ് ബോസിന്റെ മകനാണ്. നിന്റെ പേര് പറഞ്ഞേ? കാശിദേവ് ആണിത്. അപ്പം ഞങ്ങൾ കാശിദേവിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബിഗ് ബോസിൻ്റെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഇപ്പം ഞങ്ങൾ അവരുടെ തറവാട്ടിലേക്കൊന്ന് വന്നേക്കാണ്. അപ്പോൾ എനിക്ക് ആ വീടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാം. അല്ലേ, നമുക്കൊരു വ്ളോഗ് എടുത്താലോ? കാശിദേവ് ഹായ് പറ. ഹായ്. യെസ് കമ്മിങ്. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ്. നല്ല രസമുണ്ട് ആക്ച്വലി. ക്യാമറയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ ഉള്ള ആൾക്കാരൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു വീട് മാത്രം. ഓക്കെ,
അപ്പൊ നീ കിണറ്റിന്ന് വെള്ളം കോരാൻ പോവാ? ആക്ച്വലി മൂവിയിലൊക്കെ ആ മൂവിയിലൊക്കെ കാണുന്നല്ലേ. യെസ്, നീ എടുത്തോ. ദിസ് ഈസ് ഗുഡ്. ഇത് അടുക്കള ഭാഗമാണ് കേട്ടോ. അടുക്കള ഭാഗത്ത് നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു. എടാ എന്നെ തള്ളിടാൻ പോണ നീ. ഹൗ ഡെയർ യു അബി? യെസ്, ഇതിനൊക്കെ വെള്ളത്തിടാൻ പറ്റുമോ? ഗൈസ് അതിപുരാതനമായ എത്ര വർഷം കൂടി പറയുന്നുണ്ട്? ഇല്ല, ഡോണ്ട് വറി, അങ്ങനെ ഇട്ടുള്ളൂ. ആ, എത്ര വർഷം പഴക്കുണ്ട്? ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ്. സ്വയംഭൂ ശിവലിംഗം എന്ന് പറയുന്നത് സ്വയം തന്നെ എമർജി ചെയ്ത് വന്നത്. പറഞ്ഞുതരാം. ശരിക്കും? ആ സത്യം. ഈ രണ്ടാരം കണക്ക് രണ്ട് സൈഡില് ഇതൊന്നും ആരും വെച്ച് പിടിപ്പിച്ചല്ല. ആ ആരല്ലേ? ഏത് ഒരു പാടത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. നീ കൊറേ നേരമായി കേട്ടോ. അബി കൊറേ നേരമായി. തോടുണ്ട്, കുളമുണ്ട്. ഇത് വ്ലോഗാണ്. ആ, എല്ലാം വ്ലോഗാ. അതെ. ഇനി ഒരു മിനിറ്റ് വണ്ടി ഓടിക്കട്ടെ. ഈ വരുമ്പോ കൂടെ നടക്കാൻ ഇഷ്ടമാണോ? അപ്പൊ ഞങ്ങൾ വരമ്പത്തൂടി നടക്കാൻ പോവാ. അവിടെ വേണ്ട. മയില്. ആ മയില്. ബാബാ എടാ മയില്, മയില് ഈ ചെറുക്കൻ. വരമ്പത്തൂടെ നടക്കുന്ന ഞങ്ങൾ. അതെന്ത് ശരിയാ? റസ്മിന് അറിയില്ല അത്ര ഇതെന്താന്ന്. എല്ലാരോടും ചോദിക്കാവാ. ആ ഓക്കെ. എന്താ? ഹായ് പച്ചപ്പാനന്ദത്തെ. ഇത് എന്ത് ചെടിയാന്നറിയാമോ? ഓ ദിസ് ഇസ് നൈസ്. ഇത് ഒരു ഔഷധ ഗുണമുള്ള പിച്ചിപ്പൂ, അങ്ങനെ എന്തോ പേരുണ്ട്. ഇതെല്ലാം റെക്കോർഡ് ആണ്. അല്ല എനിക്ക് അറിയാം. ആ എന്താ? എനിക്കറിയില്ലല്ലോ. തുമ്പ. അപ്പൊ നിശാന്തക്ക് അത് അറിയില്ലായിരുന്നു. എനിക്കറിയാം. തുമ്പിപ്പെണ്ണെ വാ. ഞങ്ങൾ നിങ്ങളുടെ വീഡിയോയില് ഞങ്ങള് അതിന് ഞങ്ങൾ എന്തോ വേണം. അതായത് ഞാനിപ്പോ ഇവിടെ നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ കൗണ്ടർ അടിച്ചതാണ്. ഓ തൊട്ടവടി ഞാൻ കങ്കറിയോ. എടോ താൻ എന്തിനാടോ എന്നെ വീഡിയോയിൽ ഉണ്ടാക്കാൻ വരുന്നേ? ഗൈസ് തമാശയാണ്, ഗൈസ് തമാശയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അവൻ ഏതോ ചേച്ചിയുടെ ഡയലോഗ് അങ്ങോട്ട് അടിച്ചതാണ്. അതെ, ആബി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ നെട്ടും എന്നൊക്കെ. തൊഴിയായൻ വേണ്ട, ഞാൻ പാട്ട് പാടുന്നില്ല ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട്. നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട്. ആ ഫോട്ടോസ് ആരെങ്കിലും എടുക്കുക. ഞാൻ വീഡിയോ എടുക്കണ്ട്. നിങ്ങൾ ആരെങ്കിലും ഫോട്ടോ എടുക്കുക. യാ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? പറ തള്ളേ, പറ ഹാപ്പിയാണ്. ബേബിക്കുട്ടി ഹാപ്പി ആണോ? എടാ നീ ഹാപ്പി ആണോ? യെസ്. ഇവിടെ പാടത്ത് ഭംഗി ആസ്വദിക്കാനെത്തിയ അബി. നിങ്ങൾ അയ്യോ എൻ്റെ വിരല് വരുന്നുണ്ട്. യെസ് ദിസ് ഇസ് നൈസ് ബിഗ് ബോസ്. ഗൈസ് ഇവരെല്ലാം എന്താ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് തന്നെയാണ് ഞാനും നോക്കണത്. ഇതെന്താണെന്ന് ഞാൻ നോക്കട്ടെ. എന്താന്നാ എന്താന്നാ പറഞ്ഞ? ഏത് പാമ്പിന്റെ പത്തി പോലെ ഉണ്ടോ?
ഇത് കണ്ടല്ലേ? നോക്കട്ടെ നോക്ക് ഞാൻ ശരിയാണ്. ഇങ്ങനെ നോക്കുമ്പോ ഏകദേശം എങ്ങനെ സംഭവിച്ചറിയോ? ഇല്ല. ഇതിനും കഥയുണ്ടോ? ഇതിന് കഥയുണ്ട്. ഓക്കെ കൊമ്പ് വെട്ടി ഗൈസ്, പാമ്പിന്റെ പത്തി പോലെ എന്നൊക്കെ പറയുന്നു. അല്ല, തല. കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. കടിക്കുവാണെങ്കിൽ ഇറങ്ങാം. പാലച്ചോട്ടിലെ യക്ഷിനെ കണ്ടിട്ടില്ലല്ലോ. പാലച്ചോട്ടിലെ യക്ഷി ഉണ്ടാവും പറച്ചിലുണ്ട്. ഇപ്പൊ യക്ഷി ഇതേ മറ്റേ ചിരിയും കൂടി യക്ഷി എന്ന് പറഞ്ഞ ദേവിയല്ല, മറ്റേ ചിരിയും കൂടി ആയിക്കേ. ചിരിക്ക അപ്സര, അപ്സര ചിരി, അപ്സര ചിരി. അതല്ല, ഇവിടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മ്യൂസിക്, ഡബിങ് ഇവിടെ. ഇവിടെ നിന്നാണ് ആ ചിരി വന്നത്, ഇവിടെ നിന്നല്ല ഗൈസ്. ഹായ് നൈസ്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാം നമുക്ക്. ബിഗ് ബോസ് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് തരുമോ? നിങ്ങളെ മാത്രമായിട്ടൊന്നും എടുക്കാം. ഇത് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ബിഗ് ബോസിൻ്റെ റെക്കോർഡിങ് സ്റ്റുഡിയോ പോലെ റൂമിൽ തന്നെ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചുമ്മാ അങ്ങനെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യായിരുന്നു. അത് ചുമ്മാ ഇങ്ങനെ എടുത്തുന്നുള്ളൂ. യെസ് ഗൈസ്, നമ്മളപ്പോൾ ബിഗ് ബോസിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എവിടെയൊക്കെ പോയി? അഭിഷേക് പറയൂ. നമ്മളടുത്തുള്ള അമ്പലങ്ങളിലും കുളങ്ങളിലും എല്ലാം പോയി, പാടത്തും പറമ്പിലൊക്കെ എല്ലായിടത്തും നമ്മള് പോയി. പിന്നെ ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു. നിഷാന്ത് എന്ത് ഭക്ഷണം കഴിച്ചത്? മീൻ വറുത്തതും നെയ്മീൻ കറിയും ചിക്കൻ കറിയും പപ്പടം അച്ചാർ എല്ലാ ലിസ്റ്റും കുറച്ച് സ്പീഡാക്കോ. പുളിശ്ശേരി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കിടന്നുറങ്ങി. ഈ നമ്മള് മാത്രം. അതെ, ഞാൻ മാത്രം. ഞാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കുറെ ദിവസമായിട്ട് ട്രാവലിംഗ് അതുകൊണ്ട് ഞാന് നല്ലപോലെ ഉറങ്ങി. ഇവര് എപ്പോഴേക്കും അപ്സര എപ്പോഴേക്കൊക്കെ ഇറങ്ങാൻ പോയി. നമ്മളൊന്ന് വിളിക്കേ പറയൊന്നും ചെയ്യാണ്ട് അപ്സര ഇഷ്ടത്തിന് എങ്ങോട്ടേക്കോ ഇറങ്ങി പോകണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ എല്ലാരും ടയേർഡാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഒരു ലാസ്റ്റ് വൈൻഡപ്പ് സെഷൻ എടുത്ത് പോവാന്നല്ലേ. വൈൻഡപ്പ് ആക്കുമെന്ന് അറിയില്ല. എന്തെങ്കിലും ഫൺ എലമെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണേ? ബൈ ബൈ പറഞ്ഞാണ്. അപ്സര നൈസായിട്ട് ഒഴിവാക്കിയാണ് ഗൈസ്. എല്ലാവർക്കും ഭയങ്കര അപ്സരനായിട്ട് വ്ലോഗ് എടുക്കുക, അപ്സരനായിട്ട് എന്തെങ്കിലും പറ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. എന്താ പറയാ, ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ റസ്മിൻ പറയാറുണ്ട്. റസ്മിന്റെ കൂടെ എനിക്കൊരു ബിബിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനും റസ്മിനും ഒരുമിച്ച് ട്രാവൽ ചെയ്യണത് ഇപ്പോഴാണ് പറ്റിയത്. ബിബിയിലാണല്ലോ ഞാനും റസ്മിനെ പരിചയപ്പെട്ടെ. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ റസ്മിന്റെ കൂടെ കണ്ടോ ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്, കണ്ണിന് നല്ല കുളിർമ. അപ്പൊ അങ്ങനെ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇനി യാത്രകൾ എന്തായാലും തുടരും. എല്ലാരും ഒരുമിച്ചില്ല. നമ്മൾ ഇനി പോലെ ട്രിപ്പൊക്കെ വീട് പറയും. നിങ്ങൾ കുറെ ആയി ട്രിപ്പ് ഒരുമിച്ച് പറയാൻ തുടങ്ങിയിട്ട് കാണുന്നില്ലല്ലോ. വരും. ഓക്കെ, എല്ലാരും ബിസി ആയതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ട്രിപ്പ് പോകും. അപ്പൊ നമ്മൾ ആ ട്രിപ്പിന്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്താ കൈ വെക്കുന്ന അപ്സരക്ക്. അപ്പൊ ഗൈസ് പോവാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന് എന്നോട് ആരൊക്കെയോ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോയിലും അത് പറയണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.